വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇറങ്ങിപ്പോയി. പശ്ചിമ ബംഗാളിലെ SIR നടപടികളുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച ഡൽഹിയിൽ നടന്ന യോഗത്തിനിടെയാണ് മമതാ ബാനർജി ഇറങ്ങിപ്പോയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളെ അപമാനിച്ചെന്നും SIR നടപടികൾ കാരണം പ്രയാസത്തിലായ കുടുംബങ്ങളുടെ പരാതികൾ കേൾക്കാൻ തയ്യാറായില്ലെന്നും മമത ആരോപിച്ചു. മുതിർന്ന തൃണമൂൽ നേതാക്കൾ, SIR നടപടികൾ ബാധിക്കപ്പെട്ട കുടുംബങ്ങൾ എന്നിവരുമൊത്താണ് മമത തിങ്കളാഴ്ച യോഗത്തിനെത്തിയത്. എന്നാൽ ഇതിന് പിന്നാലെ തന്നെ യോഗം ബഹിഷ്കരിച്ചതായി അറിയിച്ച തൃണമൂൽ സംഘം ഇറങ്ങിപ്പോവുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളെ കേൾക്കാൻ തയ്യാറായില്ലെന്നും അതുകൊണ്ടാണ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നും മമതാ ബാനർജി പറഞ്ഞു. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പെരുമാറ്റം ഒരിക്കലും കണ്ടിട്ടില്ല. താൻ 4 തവണ കേന്ദ്രമന്ത്രിയും 7 വട്ടം MPയുമായ ആളാണ്. ഇത്രയും അഹങ്കാരിയായ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇതുവരെ കണ്ടിട്ടില്ലെന്നും മമതാ ബാനർജി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും ഇവർ ബംഗാളിനെ മനഃപൂർവ്വം ലക്ഷ്യമിടുന്നതായാണ് സംശയിക്കുന്നതെന്ന് മമത കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്ന സംസ്ഥാനങ്ങളെ മാത്രം ലക്ഷ്യമിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR നടപടികളുമായി മുന്നോട്ടു പോകുന്നതെന്നാണ് മമതയുടെ ആരോപണം. BJP ഭരിക്കുന്ന അസമിൽ SIR ഇല്ലെന്നും അവർ ആരോപിച്ചു. ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് 58 ലക്ഷം പേരുകൾ വോട്ടർമാർക്ക് കൃത്യമായ വിശദീകരണം നൽകുവാൻ അവസരം നൽകാതെ നീക്കം ചെയ്തു. പഴയ രേഖകൾ ഹാജരാക്കുവാൻ ആവശ്യപ്പെടുന്നത് പ്രായോഗികമല്ല. SIR നടപടിയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രയാസങ്ങൾ കാരണം 140 മരണങ്ങൾ സംഭവിച്ചതായും മമത ആരോപിച്ചു. അതേസമയം മമതയുടെ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കാര്യങ്ങൾ കേൾക്കുന്നതിനിടെ മമത പെട്ടെന്ന് പ്രകോപിതയായെന്നും അനാവശ്യമായി മേശപ്പുറത്ത് അടിച്ച ശേഷം യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളുടെ വിശദീകരണം. തൃണമൂൽ MLAമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോടും ഉദ്യോഗസ്ഥരോടും മോശമായി പെരുമാറിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. അതിനിടെ ഡൽഹിയിലെ സംഭവ വികാസങ്ങൾ മമതയുടെ നാടകമാണെന്ന് ബംഗാളിലെ BJP നേതാവ് സുവേന്ദു അധികാരി ആരോപിച്ചു.